ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രാജ് ഇലക്ട്രോണിക്സ്. ഇന്ന് നിങ്ങൾക്ക് മെക്കോ എന്ന കമ്പനിയുടെ ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്ററിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഈ മൾട്ടിമീറ്ററിൻ്റെ മോഡൽ നമ്പർ 108B+ ആണ്. ഞാൻ ഈ ഒരു മൾട്ടിമീറ്റർ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ആമസോൺ എന്ന സൈറ്റിൽ നിന്നാണ്. നിങ്ങൾക്കറിയാമല്ലോ മൾട്ടിമീറ്ററിനെ കുറിച്ച്. നമ്മൾ ഏതൊരു വ്യക്തിക്കും, അതായത് ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെ അത്യാവശ്യമുള്ള ഒരു പ്രോഡക്റ്റാണ് മൾട്ടിമീറ്റർ. അതുപോലെ ഇനി ഇലക്ട്രോണിക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു സ്റ്റുഡൻറ്റിനും വളരെ അത്യാവശ്യമുള്ള ഒന്നാണ് മൾട്ടിമീറ്റർ. ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആയാലും അനലോഗ് മൾട്ടിമീറ്റർ ആയാലും. അപ്പോൾ ഞാനിവിടെ വിവരിക്കുന്നത് മെക്കോ എന്ന കമ്പനിയുടെ ഡിജിറ്റൽ മൾട്ടിമീറ്ററിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനും ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ മൾട്ടിമീറ്ററിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കതിന് കിട്ടുന്നത് അതിൻ്റെ യൂസർ മാനുവൽ കിട്ടും, പിന്നെ അതിന് കണക്ട് ചെയ്യാനുള്ള വയർസും കിട്ടും. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. മൾട്ടിമീറ്റർ ഓൺ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഡിസ്പ്ലേയിൽ എല്ലാ ഡിജിറ്റലും തെളിഞ്ഞു വരുന്നത് കാണാം. അതിനടുത്ത് നമ്മളൊരു ഹോൾഡ് ബട്ടൺ കാണാം. ആ ഹോൾഡ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ അതിൻ്റെ ബാക്ക് ലൈറ്റും തെളിഞ്ഞു വരും. ഇത് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇത് DC മോഡ് വോൾട്ടേജ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനിലായിരുന്നു വരുന്നത്. അതിനുശേഷം നമ്മൾ ആ സെലക്ടർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ DC മോഡിൽ നിന്നും AC മോഡിലേക്ക് മാറുന്നത് കാണാം. നമ്മൾ ഓരോ മോഡിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സെലക്ടർ ബട്ടൺ മാത്രം ഉപയോഗിച്ചാൽ മതി. നമ്മൾ നോബ് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. മറ്റുള്ള മൾട്ടിമീറ്ററിലൊക്കെ അങ്ങനെ വരുന്നത്, നമ്മളിപ്പോൾ ഒരു 1K റെസിസ്റ്റർ ചെക്ക് ചെയ്യാൻ ഒരു റേഞ്ചിലും, അതുപോലെ തന്നെ ഒരു 1 മെഗാ ചെക്ക് ചെയ്യാൻ വേറെ റേഞ്ചിലും, ആ റേഞ്ചിൽ വരെ നമ്മൾ ആ നോബ് തിരിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ വോൾട്ടേജിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 വോൾട്ട് ചെക്ക് ചെയ്യാൻ ഒരു പോയിന്റിലേക്ക് തിരിക്കണം നോബ്. അതുപോലെ ഇനിയിപ്പോൾ ഒരു 500 വോൾട്ടേക്ക് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു പൊസിഷനിലേക്ക് ആ നോബ് തിരിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു മൾട്ടിമീറ്ററിൽ നമുക്ക് ആ സെലക്ടർ ബട്ടൺ മാത്രം യൂസ് ചെയ്താൽ നമുക്ക് ഏതൊരു വോൾട്ടേജ് റേഞ്ചും നമുക്ക് അതിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് റെസിസ്റ്റർ ചെക്ക് ചെയ്യാനും നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് ഒരു പോയിന്റിട്ട് ചെക്ക് ചെയ്യാം. അതുപോലെ ഡയോഡ് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ബസറിങ് സെക്ഷൻ ഉണ്ട്, കപ്പാസിറ്റർ സെക്ഷൻ ഉണ്ട്. ഇതിന് എല്ലാം നമ്മൾ ആ സെലക്ടർ ബട്ടൺ മാത്രം ഉപയോഗിച്ചാൽ മതി. നമുക്കിപ്പോൾ കപ്പാസിറ്ററിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഒരു ബോക്സ് കപ്പാസിറ്റർ ആയാലും ഇലക്ട്രോലൈറ്റിക് ആയാലും പോളിസ്റ്റർ കപ്പാസിറ്റർ ആയാലും ഏതൊരു കപ്പാസിറ്റർ നമുക്കതിൽ ചെക്ക് ചെയ്യാം. ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ നമുക്ക് അതിൽ ഡിസ്പ്ലേയിൽ കാണിക്കും. കാരണം ഇതെല്ലാം ഓട്ടോമാറ്റിക് ഫൈൻഡാണ്. ഇതിൻ്റെ വാല്യൂ എല്ലാം ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് അതിൽ കറക്റ്റ് കാണിക്കും. പിന്നെ ഉള്ളത് പറഞ്ഞാൽ ആംപിയർ മീറ്ററാണ്. ആംപിയർ നമുക്കിപ്പോൾ 10 ആംപിയർ മാക്സിമം ഇതിൽ ചെക്ക് ചെയ്യാം. അത് നമുക്ക് AC ആംപിയറും ചെക്ക് ചെയ്യാം, DC ആംപിയറും ചെക്ക് ചെയ്യാം. നമ്മൾ ആംപിയർ മോഡിലേക്ക് മാറ്റിയ ശേഷം നമ്മൾ ആ സെലക്ടർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ AC ആംപിയർ DC ആംപിയർ എന്ന് മാറുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ആംപിയർ ചെക്ക് ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ആംപിയർ ചെക്ക് ചെയ്യുമ്പോൾ ട്രൂ RMS എന്നാണ് പറയുന്നത്. കറക്റ്റുള്ള ആംപിയർ റീഡിങ് തന്നെ അവരെ കാണിക്കുന്നതാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിത് മില്ലി ആംപിയറും ചെക്ക് ചെയ്യാം. മില്ലി AC ആംപിയറും DC ആംപിയറും നമുക്കിത് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷനാണ് ടെമ്പറേച്ചർ. നമുക്ക് ചൂട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാനും കൂടെ ഈ മൾട്ടിമീറ്ററിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്കൊരു മൾട്ടിമീറ്റർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മൾട്ടിമീറ്റർ വാങ്ങിയാൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായം താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനി അടുത്തൊരു വീഡിയോയിൽ വരുന്നതുവരെ ഗുഡ് ബൈ.